ഹായ് എവരി വൺ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഡ്രീം വോക്കർ. സോ ഡ്രീം വോക്കറിന്റെ ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചായ മുനമ്പം ബീച്ചിലാണ്. ആൻഡ് ഈ എപ്പിസോഡിൽ നമ്മൾ വെറുതെ ഒരു ബീച്ച് കാഴ്ച മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വേറെ എങ്ങനത്തെ സർപ്രൈസസ് കൂടി ഇതിലുണ്ട്. അപ്പൊ നോട്ട് വേസ്റ്റിംഗ് എനി ടൈം, കം ലെറ്റ്സ് ഗോ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് മുനമ്പം ബീച്ച്. പക്ഷെ ഇവിടെ ഒട്ടും ക്രൗഡഡ് അല്ല. അതുകൊണ്ട് തന്നെ തികച്ചും പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് തരുന്നത്. പിന്നെ എറണാകുളം ടൗണിൽ നിന്നാണെങ്കിൽ ഒരു 1 hour മാത്രമേ ഇങ്ങോട്ടേക്ക് ട്രാവൽ ഉള്ളൂ. പിന്നെ ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ചെറായി ബീച്ച് ഉണ്ട്. സോ ചെറായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 kilometer മാത്രമേ ദൂരം വരുന്നുള്ളൂ. ആഗ്രഹമാണ് ക്വാഡ് ബൈക്ക് ഓടിക്കാന്നുള്ളത്. അതെന്തായാലും സാധിച്ചിട്ട് ഇവിടെ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസും ഒരുപാട് റൈഡ്സും അവൈലബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെപ്റ്റ്യൂൺസ് എന്ന് പറയുന്ന ഒരു വാട്ടർ സ്പോർട്ട് കമ്പനി ഇപ്പൊ ഈ ബീച്ച് ലീസിനെടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് വാട്ടർ റൈഡ്സും സ്പോർട്സും എല്ലാം അവൈലബിൾ ആണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. വിശേഷങ്ങളെ പറ്റി ഇവിടെയുള്ളവരോട് തന്നെ ചോദിച്ചറിയാം. സോ ഇതാണ് ഷഹാന, നെപ്റ്റ്യൂണിന്റെ അഡ്മിൻ ആണ്. സോ എന്തൊക്കെയാണ് ഷഹാന മുനമ്പം ബീച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇത്? നമ്മുടെ നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് കേരളത്തിലെ നമ്പർ 1 വാട്ടർ സ്പോർട്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിരവധി എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് എക്യുപ്മെന്റുകൾ ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് നമ്പർ 1 ആയിട്ട് വരുന്നത് ജെസ്കി, ബോട്ടിങ്, കയാക്കിംഗ്, ജലശയനം, സ്വിമ്മിങ്, സർഫ് ബോർഡ്, വിൻഡ് സർഫിംഗ്, വാട്ടർ സ്കീ, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ തന്നെ ഒരുപാട് എക്യുപ്മെൻസ് ഉള്ള വാട്ടർ സ്പോർട്സ് ആണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾക്കൊന്നും പറയണം. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തന്നെ അടിച്ചു പൊളിച്ച് ഓരോ കാര്യങ്ങൾ വൈബ് ചെയ്തിട്ട് തന്നെ അറിയണം. ശാല പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുറച്ച് റൈഡിലൊക്കെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണത് എനിക്കുണ്ട്. സോ അപ്പോൾ ഞാനും കുറച്ച് റൈഡിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എനിക്ക് ഈ ഡ്രസ്സിൽ ഒന്ന് പുറത്ത് വരണം. അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ആണ്. അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ വന്നേ എടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് റൈഡ്സിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ നനഞ്ഞ തുണി മാറ്റട്ടെ കേട്ടോ.
ഞാനിപ്പോൾ നിൽക്കുന്നത് മുൻപത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. ശരിക്കും ഇവിടുത്തെ വ്യൂ ആണ് കിടിലം. സോ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് കുറച്ച് ബോട്ടുകളൊക്കെ ഇവിടെ മുങ്ങിക്കിടക്കണൊക്കെ കാണാം, മറിഞ്ഞു കിടക്കണൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കയാക്കിംഗ് ആണ്. നമ്മൾ തന്നെ ഇത് തുഴഞ്ഞു പോകണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇവരിവിടെ കയാക്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് രാവിലത്തെ ടൈമിലാണ്, അതായത് പുലർച്ചെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും കയാക്കിങ്ങിന് പറ്റിയ ടൈമും ഇത് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ നമുക്ക് തുഴഞ്ഞു പോകാം. അപ്പോൾ ഇത് ബീച്ചിനോട് ചേർന്നിട്ടുള്ളൊരു വാക്ക് വേ ആണ്. ഫാമിലി ആയും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വന്നിരുന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാനും സൺസെറ്റ് കാണാനൊക്കെ പറ്റിയൊരു സ്പോട്ട് കൂടിയാണിത്. പിന്നെ ആ കാണുന്നതാണ് അഴീക്കോട്.